ഗസയിൽ ഒരു വെടിനിർത്തൽ സാധ്യമായേക്കും എന്ന തരത്തിലുള്ള ശുഭകരമായ ചില വാർത്തകൾ പുറത്തുവരികയാണ്. ദോഹയിൽ സജീവമായി തന്നെ വെടിനിർത്തൽ ചർച്ച പുരോഗമിച്ചു വരുന്നുണ്ട്. ഉടൻ തന്നെ, അതായത് ഈ ആഴ്ച കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെയാണ് വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനുവരി 20-നാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്നത്. അപ്പോൾ ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ സജീവമായി നടക്കുന്നത്. ഒരു അന്തിമ കരാറിലെത്തി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ചില കാര്യങ്ങളിൽ, അതായത് സൈനിക പിന്മാറ്റത്തിലും ബന്ദികളുടെ കൈമാറ്റത്തിലുമൊക്കെ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ കൂടി സമവായത്തിലെത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഗസയിൽ ഒരു വെടിനിർത്തൽ സാധ്യമാകും, അതുണ്ടാകും എന്ന് തന്നെ ഉറ്റുനോക്കുന്നു. ലോകം ഒന്നടങ്കം അതിന് കാത്തിരിക്കുകയാണ്. അജിംസ്, എന്ത് തോന്നുന്നു? ഇപ്പോൾ വരുന്ന വാർത്തകൾ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? ഒരു വെടിനിർത്തൽ കരാർ എത്തിച്ചേരുമെന്ന് കരുതുന്നുണ്ടോ? നമ്മൾ ഈ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് പല തവണ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7-ന് ശേഷം അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുണ്ട്. പലതും വിജയത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പ് അലസി പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നടപ്പാവുമെന്ന് തോന്നലുണ്ടാവാനുള്ള കാരണം നമ്മൾ ഇതുവരെ നടപ്പാവാത്തത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ചാൽ മതി. എന്തുകൊണ്ടാണ് നടപ്പാവാതിരുന്നത്? അമേരിക്ക പോലുമല്ല, ഇസ്രായേൽ ആ യുദ്ധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമേരിക്ക എത്ര തവണ വാൺ ചെയ്തിട്ടുണ്ട്, ജോ ബൈഡൻ എത്ര തവണ വാൺ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ റെഡ് ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്നു എന്ന് എത്ര തവണ ജോ ബൈഡൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെഡ് ലൈൻ ക്രോസ് ചെയ്ത പിന്നെ അടുത്ത നടപടി എന്താണ്? ആ നടപടിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവരതിനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ യുദ്ധം നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ യുദ്ധം നിർത്താൻ തീരുമാനിച്ചാൽ, ഞാൻ ഇപ്പോഴും അത് വിശ്വസിക്കുന്നില്ല. അതായത് ഈ ഒരു ഡീൽ യാഥാർത്ഥ്യമാവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പത്രം വായിക്കുന്ന, മാധ്യമങ്ങൾ കാണുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഇസ്രായേൽ അങ്ങനെ ഒരു ഡീൽ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഇത്രത്തോളം എത്തി എത്രയോ ടോക്ക് കടന്നു പോയിട്ടുണ്ട്. ഇനി ട്രംപ് വരാൻ പോവുകയാണ്. ട്രംപ് കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു? മുന്നറിയിപ്പ് കൊടുത്തു. ബന്ദികൾ ഉടൻ കൈമാറിയില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ നരകങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു. ബന്ദികളെ കൈമാറാത്തതാണോ യുദ്ധം നിൽക്കാനുള്ള കാരണം? അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഹമാസ് പിടിച്ചു വെച്ചിട്ടുള്ള ബന്ദികളെ ഇസ്രായേലിന് വിട്ടുകൊടുത്തിട്ട് ഞങ്ങളുടെ യുദ്ധം നിർത്തി തരാമോ? അങ്ങനെയാണ് അവർക്ക് എന്നേ ആവാമായിരുന്നു. ഈ ഒരു വർഷത്തിനുള്ളിൽ, 1.5 വർഷത്തിനുള്ളിൽ എപ്പോഴേ ആവാമായിരുന്നു. അവർക്ക് യുദ്ധം നിർത്താൻ അവർ യുദ്ധം നിർത്തിയിട്ടില്ല. അവരുടെ ഒരു പോയിന്റ് എവിടെയാണ്? ആ പോയിന്റ് യുദ്ധവിരാമത്തിന് വേണ്ടിയുള്ള ടോക്ക്. ആ ടോക്കിലൂടെ, അല്ലെങ്കിൽ ഒരു യുദ്ധവിരാമം സംഭവിക്കേണ്ടതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്, അവർ ശ്രമിക്കുന്നത്. ഇസ്രായേൽ എന്തായിരുന്നു? ഇസ്രായേൽ ഒരു ടോക്കിനോടും സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയും മാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങളും സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളും അവർ പാലിക്കുന്നില്ല. അവർ ഈ യുദ്ധം നിർത്താൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഇനി ആരെ കൊല്ലാൻ വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര മനുഷ്യരെ കൊന്നു? 45,000-ന് മുകളിൽ മനുഷ്യരെ കൊന്നു കഴിഞ്ഞു. അതിൽ ബഹുഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണ്. ഗസ എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് ഇനി താമസിക്കാൻ പറ്റിയ വീടുകളൊന്നും ഇല്ലാത്ത വിധം 80% കെട്ടിടങ്ങളും തകർന്നു കഴിഞ്ഞു. ടെൻറ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് വീണ്ടും ബോംബിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യം എന്തിനു വേണ്ടി യുദ്ധം നിർത്തണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അത് ട്രംപിൻ്റെ ഭീഷണി കൊണ്ടാണോ, അല്ലെങ്കിൽ ട്രംപ് വരാൻ പോകുന്നു എന്ന യുദ്ധം നിർത്തികളെ? അങ്ങനെ ഒരു ആശങ്ക ഇസ്രായേലിനില്ല. ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നൊരു ആശങ്ക ഇസ്രായേലിനില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ആകെ ആശങ്ക എന്താണ്? ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ടെറിട്ടറിക്ക് പുറത്ത് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന യുദ്ധത്തിന് ഞാൻ ഇത്രയും കാശ് മുടക്കേണ്ടതുണ്ടോ എന്ന് ട്രംപ് കാര്യം ചിന്തിച്ചാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ബോംബും മിസൈലുകളും ഉണ്ടാക്കാനുള്ള പണച്ചെലവാണ്. അതിനപ്പുറം അവർക്ക് വേറൊരു ആശങ്കയില്ല. ട്രംപ് പരമാവധി ചെയ്യുന്ന അതാണ്. ട്രംപിനോട് ഇസ്രായേലിനോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. ട്രംപിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ട്രംപ് നൽകിയിട്ടുള്ള പിന്തുണയെക്കുറിച്ച് നമുക്കറിയാം. ട്രംപിൻ്റെ ആകെ കൺസേൺ എന്താണ്? അമേരിക്കൻ ട്രഷറിയിൽ നിന്ന് പണമെടുത്ത് ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ കൊടുക്കണമോ? ഇത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൺസേൺ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം ഒരു വലിയ വാർത്ത വൈറലാണ്. ഇപ്പോൾ ട്രംപ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്നൊരു സാമൂഹ്യ മാധ്യമമുണ്ട്. ട്വിറ്ററിന് ബദലായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ സാധനമാണ്. അദ്ദേഹം കൂടി പിന്തുണച്ചുണ്ടാക്കിയൊരു സാധനമാണ്. അതിൽ അദ്ദേഹം ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. മറ്റാരോ സംസാരിക്കുന്നൊരു വീഡിയോ ആണ്. അതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പറ്റി തെറി പറയുന്ന ഒരു ഭാഗമുണ്ട്. നെതന്യാഹു അമേരിക്ക പറയുന്നത് കേൾക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇത് അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. നെതന്യാഹുവിനോട് വലിയ മമതയൊന്നും ട്രംപിനുണ്ട് എന്നും തോന്നുന്നില്ല. ട്രംപിൻ്റെ പ്രശ്നം അമേരിക്ക കാശ് മുടക്കി അമേരിക്ക യുദ്ധം ചെയ്യാൻ പോയിരുന്നില്ല, ഈ പൈസ മുടക്കിയുള്ള യുദ്ധ പരിപാടി വേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ ഇദ്ദേഹം വാൺ ചെയ്യുന്നത് എന്താണ്? ബന്ദികൾ വിട്ടുകൊടുത്ത് യുദ്ധം നിർത്തണം, ഇല്ലെങ്കിൽ അവിടെ പൊട്ടിത്തെറിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ബന്ദികൾ പ്രശ്നമാണോ? ഈ ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? ഈ 100 ബന്ദികളോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഹമാസിൻ്റെ കയ്യിൽ. ഹമാസിൻ്റെ
ഏറ്റവും ഉന്നതമായ ലീഡർ പോലും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. എത്രയോ ലീഡർമാർ കൊല്ലപ്പെട്ടു. അവിടെ 45,000 മനുഷ്യർ മരിച്ചു. ഈ പറയുന്ന 300-360 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു ഭൂപ്രദേശത്ത് ഈ 100 ബന്ദികൾ ഒളിപ്പിച്ചു വെച്ചെടുത്തൊക്കെ ബോംബിട്ടിട്ടുണ്ട്. എല്ലായിടത്തും ബോംബിട്ടിട്ടുണ്ട്. ഒരു ഇഞ്ച് പോലും ബോംബിടാവിട്ടിട്ടില്ല. ഈ ബന്ദികളൊക്കെ ജീവിച്ചിരിപ്പണമെന്നുള്ള ഉറപ്പുണ്ടോ? അപ്പോൾ ബന്ദികൾ തിരിച്ചു കിട്ടുക എന്നുള്ളതൊന്നും ഇസ്രായേലിൻ്റെ കൺസേണേ അല്ല. അങ്ങനെയാണെങ്കിൽ അവർ കുറേ കൂടി വഴങ്ങുമായിരുന്നു, ബന്ദിമോചനം സാധ്യമാക്കുമായിരുന്നു, ഈ പീസ് ടോക്കിൽ ഈ ഡീലിൽ അവർ ഉപയോഗിക്കുമായിരുന്നു. അവരത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സ്കെപ്റ്റിക്കലാവുന്നത്. എനിക്കൊരു വിശ്വാസം വരുന്നില്ല അത് യാഥാർത്ഥ്യമാവുന്നവരെ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ആ ഡീൽ ഉണ്ടാവുകയാണ് തന്നെ അത് ട്രംപിൻ്റെ എന്തോ കഴിവുകൊണ്ടുണ്ടാവുകയെന്നാണ് ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന ഈ പീസ് ടോക്ക് മുഴുവൻ നിലവിലെ ഔട്ട് ഗോയിങ് പ്രസിഡന്റ് ജോ ബൈഡൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ടീമാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ അവർ ഒരു റിലൻലെസ് ആയിട്ടൊരു ഈ ട്രംപ് വരുന്നതിന് മുമ്പ് ഒരു ഡീൽ ഉണ്ടാക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജോ ബൈഡൻ എന്നൊരു മനുഷ്യൻ, ഒരു US പ്രസിഡന്റ്, അത് ഗസ വംശഹത്യയുടെ പേരിൽ ഓർമ്മിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് തോന്നുന്നുണ്ടായിരിക്കും അത് അതിനുവേണ്ടി ശ്രമിക്കുന്നത്. അതായത് ട്രംപ് വന്നാൽ ഇത് നടപ്പായിക്കൊള്ളൂ, അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹം കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടല്ല. ജോ ബൈഡൻ എന്നൊരു മനുഷ്യനെ ലോകം ഓർത്തിരിക്കുന്നത് ഗസ വംശഹത്യയുടെ പേരിലായിരിക്കരുത് എന്ന അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അദ്ദേഹം യുദ്ധം നിർത്തി പുറത്തേക്ക് പോയൊരു മനുഷ്യനെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. അതുകൊണ്ടാണ് അത് അദ്ദേഹം ചെയ്യുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാകാം. എന്ത് കാര്യത്തിലാണെങ്കിലും ഇത് ട്രംപിൻ്റെ ഭീഷണിയുണ്ട്, ഞാൻ വന്നങ്ങ് ശരിയാക്കി കളയും എന്നുള്ള ഭീഷണി കൊണ്ടല്ല ഈ ഡീൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അത് യാഥാർത്ഥ്യമാകുന്നവരെ ഞാൻ അതിൽ വിശ്വസിക്കില്ല. യെസ്, നിഷാദിന് എന്ത് തോന്നുന്നു? ഒരു സീസ് ഫയർ, ഒരു വെടിനിർത്തൽ ഉണ്ടാകും, സംഭവിച്ചേക്കുമെന്ന് കരുതുന്നുണ്ടോ? വെടിനിർത്തൽ സംഭവിച്ചേക്കുമെന്ന് വിചാരിക്കാൻ കാര്യമായിട്ടുള്ള പശ്ചാത്തലമെല്ലാം അവിടെ ഉണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല. അമേരിക്കയിലെ ഭരണകൂടം മാറുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡൊണാൾഡ് ട്രംപ് അങ്ങനെ നിർലോഭമായ സഹായം ഈ ആയുധ കച്ചവടത്തിന്, മീൻസ് ഈ എന്താണ് യുദ്ധത്തിന്, ഗസയ്ക്ക് മേലുള്ള ആക്രമണത്തിന്, ഗസയ്ക്ക് മേലെന്നുള്ളതല്ല, ഇസ്രായേൽ ആർക്കെതിരെയും നടത്തുന്ന ആക്രമണത്തിന് നിർലോഭമായ സാമ്പത്തികവും സൈനികവുമായ സഹായം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന നയമുള്ള ആളല്ല. അപ്പോൾ ഇദ്ദേഹം വരുന്നതിന് മുൻപ് ഒരു പോയിന്റിൽ ഇതിനെ കുറച്ചൊന്നൊരു സീസ് ഫയറിലേക്ക് പോവേണ്ടതുണ്ടെന്ന് അനിവാര്യതയെ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്ന് മാത്രമല്ല ഖത്തർ ഇപ്പോൾ അമേരിക്കയുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പരമാവധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല, ഞാൻ മാക്സിമത്തിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സീസ് ഫയറിൽ എത്തിക്കാൻ കഴിയുമെങ്കിൽ കഴിയുക, അല്ലെങ്കിൽ ഇത് വീണ്ടും കൊളാപ്സ് ആവും, പോകും. ഇതിനകത്ത് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോഴത്തെ ഈ ഡിമാൻഡ് മാറ്റി വെച്ചിട്ട് വേറൊരു ഡിമാൻഡിൽ ഇനി വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാനിൽ നമ്മൾ വർക്ക് ചെയ്യാണ് എന്നൊരു പരമാവധി അറിയിച്ചു കഴിഞ്ഞു. അതൊരു ഘടകമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം വരുന്നു എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് എങ്ങനെ യുദ്ധത്തെ കൊണ്ടുപോകുന്നുള്ള ആശയക്കുഴപ്പം അവർക്കുണ്ട്. എന്ന് മാത്രമല്ല എത്രയോ മാസങ്ങളായി തുടരുന്ന അനിശ്ചിതത്വം എന്ന് പറയുന്ന ഫാക്ടറുണ്ട്. അതുകൊണ്ട് ഒരു സീസ് ഫയറിലേക്ക് ഇതെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോഴും പക്ഷേ അത് സീസ് ഫയറിലേക്ക് എത്തുന്ന പറയുമ്പം ഇസ്രായേലിലെ മാധ്യമങ്ങളാകെ തന്നെയും നമ്മൾ സീസ് ഫയറിലേക്ക് അതിൻ്റെ എത്തിയെന്ന മറ്റുള്ള റിപ്പോർട്ട്സ് ഒക്കെ ആണ്. ഹാരിസിലൊക്കെ പോയാൽ അതിനകത്ത് അവർ പറയുന്ന കാര്യം സീസ് ഫയറിലേക്ക് എത്തുന്നത് നിശ്ചയമായിട്ടും ഇത് ഇസ്രായേൽ അഡ്മിനിസ്ട്രേഷൻ്റെ പരാജയമായിട്ടൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ആരെ തകർക്കാൻ വേണ്ടിയാണ് അവിടെ യുദ്ധം ചെയ്യുന്നത്? ഹമാസിനെ തകർക്കാനാണ്. ഫൈനലി ആരുമായിട്ടാണ് ഡീൽ ഉണ്ടാക്കുന്നത്? അതേ ഹമാസുമായിട്ടാണ്. ഹമാസ് സമ്പൂർണ്ണമായി തകർന്നാൽ പിന്നെ ഡീൽ ഉണ്ടാക്കാൻ അവർ അവശേഷിക്കുന്നുണ്ടോ? ഇപ്പോഴും അവരവരുടെ ഈ ബന്ദികളെ ഹോൾഡ് ചെയ്യുന്നു. അവർ ഞങ്ങൾ തരാം, നിങ്ങൾ പറയുന്ന ഇന്ന സമയത്ത് വിടാം എന്ന കണക്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോഴും ഹമാസിൻ്റെ ആളുകൾ അവശേഷിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയമാണോ എന്ന ചോദ്യം ചോദിക്കുകയാണ്. എന്ന് മാത്രമല്ല ഇപ്പോഴും ഹമാസിന് നമ്മളെ തിരിച്ചാക്രമിക്കാൻ കഴിയുന്ന സാഹചര്യത്തെ നിലനിർത്തിക്കൊണ്ടും അവർക്ക് വഴങ്ങിക്കൊണ്ടും അവരാവശ്യപ്പെടുന്ന ഡീലിൽ നിൽക്കുകയും ചെയ്യുകയാണ്. സമ്പൂർണ്ണമായും നമ്മൾ അവരെ നശിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ അവരുടെ ഡിമാൻഡ്സ് ഉന്നയിക്കാൻ പോലും അവരുണ്ടാവാൻ പാടില്ലല്ലോ. ഇതങ്ങനെ അവരവരുടെ ഡിമാൻഡ്സുമായിട്ട് അവിടെ തുടരുന്നു. ആ ഡിമാൻഡ്സിൽ ചിലർ നമ്മൾക്ക് വഴങ്ങേണ്ടി വരുന്നു, നമ്മുടെ കയ്യിലുള്ള ആളുകൾ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നു എന്ന നിലയ്ക്കുള്ള പരാജയമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ പീസ് ടോക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഇന്നലെ 5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇസ്രായേൽ സൈനികർ എന്ന കാര്യം ഓർക്കണം. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ പ്രതികരണം ഉണ്ടായിക്കൊണ്ടിരിക്കെ വഴങ്ങുന്നു എന്ന പ്രശ്നം ഇസ്രായേലിനകത്ത് തന്നെയുമുണ്ട്. പക്ഷേ ഈ ബന്ദികളുടെ കുടുംബങ്ങളുടെ ഭാഗത്തുനിന്നും അവരെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തുനിന്നും ഒക്കെയുള്ള സമ്മർദ്ദം ഒരു ഘടകമാണ്. എത്രയോ കാലമായിട്ടുണ്ട്. ഇപ്പോഴും അവിടുത്തെ പ്രതിരോധ മന്ത്രി നമ്മൾ ഈ പീസ് ടോക്കിൽ വഴങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ രംഗത്തുണ്ട് കുടുംബങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു അനിവാര്യമായ ഘട്ടത്തിലേക്ക് ഇസ്രായേലും എത്തി. അത് മാനവികതയുടെ പേരിലുള്ള അനിവാര്യതയല്ല, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള സാങ്കേതികതയല്ല, മറിച്ച് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഒറ്റയ്ക്കൊന്നുമല്ല ഈ ലോകത്ത്. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് അതിനെ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന, അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രം യുദ്ധങ്ങൾ ചെയ്യാൻ കഴിയുന്ന, അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് നിൽക്കാൻ പറ്റുള്ളൂ. ഒരു യുദ്ധം ഇല്ലെങ്കിൽ കൂടിയും ആ രാജ്യത്തിന് എക്സിസ്റ്റ് ചെയ്യാം. കാരണം അത്രയും UN പ്രമേയങ്ങൾ ആ രാജ്യത്തിൻ്റെ അതിജീവനത്തിനെതിരായിട്ട് വന്നിട്ടുണ്ട്. അത് നിലനിൽക്കുന്നത് ലീഗലി ആ രാജ്യം നിലനിൽക്കുന്നത് അമേരിക്കയുടെ പിന്തുണ കൊണ്ടാണ്. സോ അമേരിക്കൻ പ്രസിഡന്റ് മാറുകയും നയം മാറുകയും ചെയ്താൽ ഈ പറയുന്ന വിനാശകരമായ ഒരു യുദ്ധവുമായി അതിന് തുടരാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പോയിന്റിൽ അവർ ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചാൽ അത്ഭുതപ്പെടാനില്ല. മുമ്പ് കരുതിയ പോലെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തായാലും അത് ഇസ്രായേലിൻ്റെ വിക്ടറി എന്ന്, പൊളിറ്റിക്കലി അവരുടെ വിക്ടറിയാണെന്ന് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കരുതുന്നില്ല, നാട്ടിലുള്ളവരും കരുതുന്നു എനിക്ക് തോന്നുന്നില്ല.
യെസ്, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നല്ല വാർത്ത തന്നെ വരട്ടെ. ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.